മൊത്തം പ്രദീപ് കുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. MT-യുമായി ഒപ്പം നിന്ന തൊട്ടടുത്ത് ഇടപഴകിയ ഒരാളാണ് പ്രദീപ്. ഇങ്ങനെ എന്ത് പറയാണ്ട്, വ്യക്തിബന്ധങ്ങളാണ് കൂടുതൽ, പുസ്തകങ്ങളെക്കാളും ഓർമ്മയുണ്ടാവുക MT എന്ന മനുഷ്യൻ. തീർച്ചയായിട്ടും. കുട്ടിക്കാലത്ത് ആദ്യം നമ്മൾ വായിച്ച കാലത്ത് MT-യുടെ പുസ്തകങ്ങൾ തന്നെയാണ് വായിച്ചത്, MT-യുടെയും ആ കാലത്ത്. പക്ഷെ അതിനേക്കാളേറെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് പിന്നെ യാദൃശ്ചികമായിട്ട് വന്നു വർഷങ്ങളായിട്ട്. എനിക്ക് ഭയങ്കര സ്നേഹവും വാത്സല്യവും പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വലിയ പ്രചോദനവും തരുമായിരുന്നു. ഇപ്പോൾ നമ്മളെപ്പോഴും MT-ക്ക് നമ്മൾ വന്ന് ഒരുപാട് നേരം ഇരുന്ന് വർത്തമാനം പറയുന്നത് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ MT-യുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ വന്നില്ലെങ്കിൽ MT ചോദിക്കും, പിന്നെ എന്താ വരാത്തത്, പിന്നെ കുറേ നാളായി കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയും. ഓരോരുത്തരാണ് സംസാരിക്കുക. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ MLA ആയിരുന്ന കാലത്തെ എൻ്റെ ഒരുപാട് പ്രധാന പദ്ധതികൾ MT ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരോ മറ്റോ അല്ലാതെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊയ്തു മൗലവി സ്മാരകം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ മണ്ഡലത്തിൽ വീട്ടിൽ വരുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ MLA-യും എഴുത്തുകാരനും അല്ലാതെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റി അല്ല, അത് അങ്ങനെ വരുന്ന സമയത്ത് MT-ക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് പ്രദീപ് എന്ന് ചോദിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് MT-യുടെ ആരോഗ്യ കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതൊക്കെ വിശദമായി സംസാരിക്കും നമ്മൾ അതിനെ.